ഈ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ മുഴുവൻ മൂടി. എന്തിനാ? ഇവിടുത്തെ മാലിന്യം എന്ന് പറഞ്ഞതാണ് ഏറ്റവും വലിയൊരു വിഷയം. ഈ മാലിന്യത്തിനകത്ത് കുടുങ്ങി അവിടുത്തെ ഒരു തൊഴിലാളിയായ ജോയ് മരിച്ചു. പ്രായവും പക്വത ഉള്ളവര് അനുഭവസ്ഥരും വേണം അതിന് മുകളിൽ വരാൻ. ഇത് കൊച്ചു പിള്ളേരെ പിടിച്ചിരുത്തിട്ട് വേറെ ആൾക്കാർ റിമോട്ട് കളിക്കുക. വഴി പോകുന്നൊരു ബസ്സിന്റെ മുമ്പിൽ പോയി ആ ഭാര്യയും ഭർത്താവും കൂടി തടഞ്ഞിട്ട് അവർ മേയറാണ് അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് MLA ആണ്, ഏതോ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന യദു എന്ന് പറഞ്ഞ ഉടനെ രാഷ്ട്രീയം പറയും. തെറ്റാരുടെ ഭാഗത്തറിയും. ഇന്നലെ കുറ്റപത്രത്തിൽ നിന്ന് രണ്ടുപേരുടെ പേര് ഒഴിവാക്കിയിരിക്കുന്നു. എന്ത് ന്യായമാണ്? അന്യായത്തിന്റെ കൊടുമുടിയിലൂടെ പോവുക. ആരോ തമാശയ്ക്ക് പറയുന്നത് കേട്ടു, യേശു വെള്ളത്തിനെ വീഞ്ഞാക്കി, വാസു സ്വർണത്തെ ചെമ്പാക്കി എന്നും പറഞ്ഞ്. മനസ്സിലായി? BJP ഉറപ്പായി ജയിച്ചുകൊണ്ടിരിക്കുന്ന കുര്യാത്തി, മുട്ടത്ര, അതുപോലെ PTP നഗർ, ഇതെല്ലാം എന്തുകൊണ്ട് വെട്ടിമാറ്റി? വർഷങ്ങളായി ആസൂത്രിതമായി നടന്നൊരു കൊള്ളയാണ്. ഈ സർക്കാർ വന്നതിന് ശേഷം അല്ല അതിന് മുമ്പിരുന്നവർ ചെയ്തില്ലെന്ന് എല്ലാവർക്കും ഇതിനകത്ത് പങ്കുണ്ട്. അപ്പൊ ഈ അവിശ്വാസികളുടെ കയ്യിലോട്ട് വരുമ്പോൾ അവരെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല, അതൊരു കച്ചവട സ്ഥാപനം മാത്രമാണ്. വേറെ ആരുടെയോ അവസരങ്ങൾ കെടുത്തിയിട്ടാണ് നമ്മൾ വരുന്നത്. അവർ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? മനുഷ്യനൊരു ആയുധം കൊടുത്തിട്ട് മോസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് സാധനം അവൻ്റെ വോട്ട്. വന്ദേ ഭാരത് എന്ന് പറയാൻ കാര്യം വെച്ചാൽ പണ്ടൊരു ട്രെയിൻ വരും ആരും സെൽഫി എടുക്കാറില്ല. ഇന്നൊരു ട്രെയിൻ വരുമ്പോൾ ആൾക്കാർ സെൽഫി എടുക്കുന്നു, അഭിമാനത്തോടെ അതിനകത്ത് യാത്ര ചെയ്യുന്ന അകത്തിരിക്കുന്ന ഫോട്ടോ ഇടുന്നു. ഈ വന്ദേ ഭാരത് മാത്രമല്ല, മൊത്തം ട്രെയിനുകളെ മാറ്റണം. ട്രെയിൻ എന്തിനാ? റെയിൽവേ സ്റ്റേഷൻ ആലോചിക്കൂ. നമ്മൾ റെയിൽവേ സ്റ്റേഷന് ചുറ്റുമുള്ള ലോഡ്ജുകൾ ആർക്കും കയറാൻ പറ്റൂ? അവിടെ അതേ പറഞ്ഞത് ഈ സംവിധാനം വഴി. അതെന്തുകൊണ്ടാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്ട്രോങ് അല്ലാത്തതുകൊണ്ടാണ്. ആരോഗ്യ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് ഈ കോർപ്പറേഷനകത്ത്. ഇവർ ഒരു സംഭവം നടക്കുമ്പോൾ ചാനലിലെല്ലാം വരും, ആരെങ്കിലും അറസ്റ്റ് ചെയ്യും. നിത്യം ഒരു ചെക്കിംഗ് ഉണ്ട്. കർക്കശമാണെങ്കിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ മോശം ഭക്ഷണം. ഇതൊരു വല്ലാത്ത കൺഫ്യൂസിങ് സിസ്റ്റമാണ് TRPക്ക് വേണ്ടി നടക്കുന്ന ഈ വൃത്തികെട്ട മത്സരം. ഇത്രയും വർഷമായിട്ട് ഇപ്പോൾ അതിദാരിദ്ര്യത്തിൽ നിന്ന് മാറിയതല്ലേ? അപ്പോൾ ദാരിദ്ര്യം ഉണ്ടെന്നാണോ പറഞ്ഞാൽ വിഷമം വരും. കാരണം നമ്മളൊക്കെ മിനിമം സൗകര്യത്തിൽ ജീവിക്കുന്ന ഈ മുറിയുടെ അത്രയും പോലും ഇല്ലാത്ത ഒരു വീട്. അപ്പോൾ പലരും ചോദിച്ചു, നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് നിങ്ങൾ അറിഞ്ഞില്ലേ? പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന പ്രകാരം വീട് കൊടുക്കാമെന്ന് വെച്ചാൽ അതെങ്ങനെയും തടയും. പാർട്ടിക്കാർക്ക് കൊടുക്കുക. ചേട്ടാ, ഇപ്പോൾ കേരളത്തിലെ മുൻനിര പാർട്ടികളെല്ലാം തൃശങ്കുവിലാണല്ലോ. ഇപ്പോൾ ഒരു കോൺഗ്രസ് നേതാവിനെതിരെ ഒരു പീഡന കേസ്, അതിനെ തുടർന്ന് ഇപ്പോൾ അദ്ദേഹം ഒളിവിലാണ്. എന്താവും വിധി എന്നൊന്നും അറിയില്ല. അതിനെക്കുറിച്ച് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? എന്നിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇതൊക്കെ നമ്മൾ അധികാരം നേടാൻ വേണ്ടി കുറുക്ക് വഴികൾ എടുക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഈ ലിഫ്റ്റിലൂടെയും പോകാം, സ്റ്റെപ്പിലൂടെയും പോകാം. ലിഫ്റ്റ് ഉപയോഗിക്കാം, വേണ്ടെന്നല്ല. പക്ഷേ ആദ്യമേ അങ്ങ് ലിഫ്റ്റിൽ കയറി ശീലിച്ചു പോയാൽ പടി കയറാൻ മടന്നു പോകും. അപ്പോൾ പെട്ടെന്ന് ചില കാര്യങ്ങൾ കയ്യിലോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന വെപ്രാളമുണ്ട്. ഇത് കണ്ട് മയങ്ങുന്ന കുറേ ആൾക്കാരും അപ്പുറത്തുണ്ട്. ഇതൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് ഒരു കാര്യവും പെട്ടെന്ന് വരരുത്. പെട്ടെന്ന് വന്നാൽ പെട്ടെന്ന് പോകും. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ഹാർഡ് വർക്ക് എന്നൊരു സംഭവമുണ്ട്. എവ്രിതിങ് വാട്ടെവർ നമ്മുടെ മനസ്സിലുണ്ടോ അത് ഹാർഡ് വർക്കിലൂടെ അറ്റൈൻ ചെയ്യാൻ പറ്റും. ഓഫ്കോഴ്സ് ഇന്നത്തെ കാലത്ത് അതിൻ്റെ കൂടെ സ്മാർട്ട് വർക്ക് ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ താഴെത്തട്ടിൽ ശരിക്കും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നു, ലോകം അറിയണമെന്നില്ല. അതിനാണ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ഇൻ്റർനെറ്റിൽ നിന്ന് സംഭവം വന്നു, അതിന് ശേഷം വന്ന ഓരോ ഇതും യൂസ് ചെയ്താൽ ഈ ഹാർഡ് വർക്കിൻ്റെ കൂടെ സ്മാർട്ട് വർക്ക് ചെയ്ത് നമുക്ക് കയറാം. അല്ലാതെ കുറുക്കു വഴികൾ തേടിക്കഴിയുമ്പോൾ ഈ നമ്മൾ മനസ്സിലാക്കണം, കാരണം ഗ്രാജ്വലി എല്ലാം വരാവും. എന്താണെങ്കിലും അതിനൊരു സ്പീഡുണ്ട്. ആ സ്പീഡിനെ മറികടന്ന് പോയാൽ ഇത്തരം അപകടങ്ങൾ അതിൻ്റെ കൂടെ വന്നിരിക്കും. അതങ്ങനെയാണ്. കാരണം ഞാൻ പെട്ടെന്ന് വെട്ടിക്കയറി ഒരു സ്ഥലത്തോട്ട് വന്നാൽ വേറെ ആരുടെയോ അവസരങ്ങൾ കെടുത്തിയിട്ടാണ് നമ്മൾ വരുന്നത്. അവർ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? ഇന്ന് ഈ സംഭവം ഇതൊക്കെ തന്നെയാണ്. അത് സ്ത്രീ വിഷയം ആയിക്കോട്ടെ, അമ്പലക്കൊള്ള ആയിക്കോട്ടെ, ഇതെല്ലാം എന്താണ്? തെറ്റ് ചെയ്താൽ അത് പിടിക്കപ്പെടും, അത് തർക്കമില്ല. പിന്നെ ഇന്നാണെങ്കിൽ തെറ്റ് ചെയ്യാതെ തന്നെ പിടിക്കപ്പെടുത്താനുള്ള മാർഗ്ഗങ്ങൾ കയ്യിലിരിക്കുമ്പോൾ തെറ്റും കൂടി കയ്യിലുണ്ടെങ്കിൽ അവസ്ഥ ദയനീയമായിരിക്കും. അതുകൊണ്ട് അതാത് പാർട്ടികൾക്ക് എന്ത് ചെയ്യാനാണ്? പാർട്ടിയുടെ തലപ്പത്ത് വരുന്നവരും ഇതിൻ്റെയൊക്കെ ഭാഗമായി കഴിഞ്ഞാൽ വലിയ പ്രയാസം. ശബരിമലയിൽ ഇപ്പം സ്വർണ്ണമല്ല ചെമ്പാണെന്നും പറയുന്നുണ്ട്. ആരോ തമാശയ്ക്ക് പറയുന്നത് കേട്ടു, യേശു വെള്ളത്തിനെ വീഞ്ഞാക്കി, വാസു സ്വർണത്തെ ചെമ്പാക്കി എന്നും പറഞ്ഞ്. മനസ്സിലായി? അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, സ്കൂൾ കുട്ടികൾ ശ്രദ്ധിക്കണം, ചിലപ്പോൾ ഈ ചോദ്യം PSCയിൽ വരും. യേശുവല്ല വാസുവാണ് എന്ന് പറഞ്ഞു കൊടുത്ത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കാലത്ത് ദൈവത്തിൻ്റെ മഹത്വങ്ങൾ നമ്മൾ പറഞ്ഞു. ഇന്ന് ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരം എന്ന് വെച്ചാൽ ചില്ലറയല്ല.
അയ്യപ്പൻ ഉച്ചയ്ക്കൊന്ന് കണ്ണടച്ചതാണ്, ഒന്ന് മയങ്ങിയപ്പോൾ ചുറ്റുമുള്ള പാളി മുഴുവൻ അടിച്ചോണ്ട് പോക്കളഞ്ഞു. ഭയങ്കരന്മാരെ പേടിച്ച് അവിടെ ഇരിക്കണം കേട്ടോ. അല്ല, അത് ഇതൊരു ദിവസം കൊണ്ട് നടന്നൊന്നുമല്ല, വർഷങ്ങളായി ആസൂത്രിതമായി നടന്നൊരു കൊള്ളയാണ്. ഈ സർക്കാർ വന്നതിന് ശേഷം അല്ല അതിന് മുമ്പ് ഇരുന്നവർ ചെയ്തില്ലെന്ന് എല്ലാവർക്കും ഇതിനകത്ത് പങ്കുണ്ട്. ഞാൻ ചോദിക്കുന്നത്, വിശ്വാസികളല്ലാത്തവർ ഈ വിശ്വാസികളുടെ ആരാധനാലയത്തിൽ എന്തിനാണ് ഭരിക്കുന്നത്? എനിക്ക് വിശ്വാസമില്ല, പിന്നെ ഞാൻ എന്തിനാ പോകുന്നേ എന്ന് പറയും. അപ്പോൾ ഈ അവിശ്വാസികളുടെ കയ്യിലോട്ട് വരുമ്പോൾ അവരെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല, അതൊരു കച്ചവട സ്ഥാപനം മാത്രമാണ്. കൈയിട്ട് വാരുക ഇതൊക്കെ പറയാൻ തുടങ്ങിയാലുണ്ടല്ലോ, വിശ്വാസ സമൂഹം ചിന്തിക്കുക. അതുകൊണ്ടാണ് ഈ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ മനുഷ്യനൊരു ആയുധം കൊടുത്തിട്ട് മോസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് സാധനം അവൻ്റെ വോട്ട്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കൃത്യമായി കൊടുത്താൽ ആലോചിക്കുക, എൻ്റെ ഒരു രാഷ്ട്രീയ ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിയേക്കാൾ എൻ്റെ രാജ്യം നന്നാവണമെന്നാണെങ്കിൽ കൃത്യമായ പാർട്ടിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ 5, 10, 30, 40 വർഷം അനുഭവിക്കേണ്ടി വരുന്നതിൻ്റെ കാരണം ഇതാണ്. അതുകൊണ്ട് ആലോചിച്ച് ചിന്തിച്ച് വോട്ട് ചെയ്യുക. മനസ്സിലെ ഒരു പ്രജുഡിസ്, അവർ ശരിയല്ല ഇവർ ശരിയല്ല, അത് ചിന്ത മാറ്റുക. ഇന്ന ആളാണ് ശരി, ഇന്നതാണെങ്കിൽ നന്നാവുമെന്ന് വിചാരിച്ച് വോട്ട് ചെയ്താൽ അതിൻ്റെ വ്യത്യാസം ഉണ്ടാകും. കാരണം നരേന്ദ്രമോദിയെ പറ്റി നിരന്തരമായി നിശ്ചിതമായി വിമർശിക്കാറുണ്ട്. വിമർശിക്കാനുള്ള അധികാരവും ഭാരതത്തിലുണ്ട്. പക്ഷേ ഒന്ന് മനസ്സിലാക്കുക, ആ വ്യക്തി ചെയ്യുന്നത് ഇപ്പോൾ അംഗീകരിച്ച് തുടങ്ങും. ഇപ്പോൾ റെയിൽവേ വീണ്ടും യുവത്വത്തിലോട്ട് പോകും. യുവാക്കളുടെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗത, ഭംഗിയുള്ളത്, ക്ലീനായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ആവശ്യമാണ് യുവാക്കൾ. പണ്ടുള്ളൊരു അഡ്ജസ്റ്റീവ്, കാരണം ഞങ്ങളുടെയൊക്കെ കാലത്ത് ട്രെയിനിലെ യാത്ര എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ദൂരെ നിന്ന് ഓടി വരുന്ന ട്രെയിനാണെങ്കിൽ ട്രെയിൻ വരുന്നതിന് മുമ്പ് അനൗൺസ് ചെയ്യേണ്ട, ആദ്യമേ സ്മെല്ല് വരും ട്രെയിൻ വരുന്നിട്ട്, അത്ര മോശമായിരുന്നു. ഇന്ന് അതിൽ നിന്ന് മാറിയിട്ട് ഡ്രൈ ആയിട്ട് ടോയ്ലറ്റ്സ് വരുന്നു. അപ്പോൾ അതിനകത്തിപ്പോൾ വന്ദേ ഭാരത് എന്ന് പറയാൻ കാര്യം വെച്ചാൽ, പണ്ടൊരു ട്രെയിൻ വരും ആരും സെൽഫി എടുക്കാറില്ല. ഇന്നൊരു ട്രെയിൻ വരുമ്പോൾ ആൾക്കാർ സെൽഫി എടുക്കുന്നു, അഭിമാനത്തോടെ അതിനകത്ത് യാത്ര ചെയ്യുന്ന അകത്തിരിക്കുന്ന ഫോട്ടോ ഇടുന്നു. പണ്ട് തന്നെ ഇവിടുന്ന് എറണാകുളം വരയ്ക്കുന്ന സ്ത്രീകൾ പലരും ഒന്ന് മൂത്രമൊഴിക്കാൻ ടോയ്ലറ്റിൽ പോകില്ല. എറണാകുളം എത്തി എങ്ങനെയെങ്കിലും. സാധാരണ ട്രെയിനിലും അത്തരം വൃത്തിയും സൗകര്യങ്ങളും ഇത്രമാത്രം പൈസ ചെലവില്ലാതെ കൊണ്ടുവരേണ്ട ഒരു കാര്യം കൂടി നിർബന്ധമായും എന്തിനാ ആ ട്രെയിനിൽ ഇന്നവരെ സാധാ ട്രെയിനിനകത്ത് കേരളം വിടൂ, കേരളത്തിനോട്ട് പുറത്തോട്ട് പോകുമ്പോൾ തണുപ്പുള്ള നമുക്കൊരു ബ്ലാങ്കറ്റ് ഇല്ല, ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം. ഇപ്പോഴല്ലേ ഇത് ശരിയാവുന്നത്? ടോയ്ലറ്റിലൊന്നും കയറാൻ പറ്റില്ല, ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ 2 കാര്യങ്ങളാണ്. ഒന്ന്, ആരോഗ്യ പ്രശ്നമുണ്ട് ഇതിനകത്ത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, വൃത്തിയില്ല, കയറാൻ വയ്യ, ഒരു ഇത് വെച്ച് പിടിച്ചുകൊണ്ടിരുന്ന് മനുഷ്യന് ആരോഗ്യ പ്രശ്നങ്ങൾ വരികയെന്നേ. ഞാൻ അതല്ലേ പറഞ്ഞു, ആര് ഭരിക്കുന്നില്ലെന്നല്ല ഞാൻ പറയുന്നത്, നന്മ കൊണ്ടെന്നേ പറ്റൂ. അത് ഇപ്പം കൊണ്ടുവന്നത് ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിയില്ല, നരേന്ദ്രമോദിയാണ് അത് പറയുന്നു. ഇല്ല, നാളെ വേറൊരു സർക്കാർ വരുന്നു, അല്ലെങ്കിൽ ഇത് മുമ്പ് ചെയ്ത നല്ലതുണ്ടെങ്കിൽ നല്ലതാണ് ആര് ചെയ്താലും. ഞാൻ പറയും, ഇത്തരം എല്ലാ രംഗങ്ങളിലും കംപ്ലീറ്റ് മാറ്റം കൊണ്ടുവരണം. ഈ വന്ദേ ഭാരത് മാത്രമല്ല, മൊത്തം ട്രെയിനുകളെ മാറ്റണം. ട്രെയിൻ എന്തിനാ? റെയിൽവേ സ്റ്റേഷൻ ആലോചിക്കൂ, ബസ് സ്റ്റാൻഡുകൾ ആലോചിക്കൂ. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പൈസ കൊടുത്ത് റൂം എടുത്തല്ലാതെ അബ്സല്യൂട്ട്ലി പൈസ കൊടുത്താൽ പോലും നമ്മൾ റെയിൽവേ സ്റ്റേഷന് ചുറ്റുമുള്ള ലോഡ്ജുകൾ ആർക്കും കയറാൻ പറ്റൂ? അവിടെ അതേ പറഞ്ഞത്, ഈ സംവിധാനം വഴി. അതെന്തുകൊണ്ടാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്ട്രോങ് അല്ലാത്തതുകൊണ്ടാണ്. ഇവിടെ നമുക്ക് ഫുഡ് പോയ്സൺ എന്നൊരു സാധനം സംഭവിക്കാൻ പാടില്ല. ഫുഡ് പോയ്സൺ സംഭവിച്ചാൽ ഹോട്ടലുകാരൻ കടുത്ത ശിക്ഷ കിട്ടുന്നു വരട്ടെ. എങ്ങനെയാണ് പഴകിയ ഭക്ഷണം കൊടുക്കുന്നത്? ഞാൻ വിഷയം മാറിപ്പോലെ. ഞാൻ ഓരോ മേഖലകളിലും നിങ്ങൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് വൈകുന്നേരം വീടെത്താൻ പറ്റില്ല, ഹോട്ടലിൽ പോയി കഴിക്കണം, വീടെത്തി ഉണ്ടാക്കാൻ പറ്റില്ല. അവിടെ നിങ്ങൾക്ക് തരുന്ന നല്ല ഭക്ഷണമല്ല. നിങ്ങൾക്ക് അടുത്ത ദിവസം ആശുപത്രി ഉണ്ടാകുന്നു, കേസ് കൊടുക്കാൻ പോലും പറ്റില്ല. കേസ് കൊടുത്താൽ പിന്നെ അതിൻ്റെ പുറകെ കിടക്കണം, ജോലിക്ക് പോകാൻ പറ്റില്ല. ഇത് ആരോഗ്യ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് ഈ കോർപ്പറേഷനകത്ത്. ഇവർ ഒരു സംഭവം നടക്കുമ്പോൾ ചാനലിലെല്ലാം വരും, ആരെങ്കിലും അറസ്റ്റ് ചെയ്യും. നിത്യം ഒരു ചെക്കിംഗ് ഉണ്ട്. കർക്കശമാണെങ്കിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ മോശം ഭക്ഷണം. എവിടെയാണ് വൃത്തിയിൽ കൊടുക്കുന്നത്? കംപ്ലീറ്റ്ലി മറന്ന. നമ്മൾ എന്താ പറഞ്ഞത്, ഓരോ രാജ്യത്ത് പോകുമ്പോഴും അവിടുത്തെ നല്ലത് നമ്മൾ എടുക്കുക, കടമെടുക്കണം. ആരുടെ ആയിക്കോട്ടെ, ഏത് രാജ്യവും ആയിക്കോട്ടെ. അത് നമ്മുടെ ഇവിടെ അല്ലേ 100 കാര്യങ്ങൾ ജീവിതത്തിൻ്റെ 100 1-2% വ്യത്യാസം വന്നാലുണ്ടല്ലോ, കഥ മാറിപ്പോകും. ഇത് ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്നൊരു സംസ്ഥാനമാണ് കേരളം. കാരണം ഇവിടെ നമുക്ക് പ്രൈമറി വിദ്യാഭ്യാസം, അത് അസാധ്യമായിട്ട് വിദ്യാഭ്യാസം കിട്ടി. കാരണം ഈ മിഷണറീസ് വന്നപ്പോൾ അവർ സ്കൂളുകൾ കൊണ്ടുവന്നു. എല്ലാ സ്ഥലത്തും ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടി. ഹയർ എഡ്യൂക്കേഷനാണ് നമ്മൾ സർക്കാരിൻ്റെ നയങ്ങൾ കൊണ്ട് പറ്റിയതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും മിനിമം വിദ്യാഭ്യാസം ഉള്ളവരാണ്. അപ്പോൾ നമ്മൾ പത്രം വായിക്കുക, അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ പോയാൽ നമുക്കെല്ലാം മനസ്സിലാവും ഫോണിൽ പോയാൽ. അതനുസരിച്ചുള്ള സംവിധാനം വരുന്നില്ല. യൂത്ത് വളരെ റിബല്യസ് ആയിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം ഇതാ. എന്തുകൊണ്ട് ഇവിടെ പറ്റുന്നത്? എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും യുവാക്കൾ പുറത്തോട്ട് പോകുന്നത്? ഇവിടെ ഈ സംവിധാനം കൊണ്ട് പോവുമോ? അപ്പോൾ
കുറേയധികം കാര്യങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്തെ സംസ്ഥാനത്തെ ഓരോ കാര്യങ്ങളും മാറ്റണം, ഇൻക്ലൂഡിങ് റോഡ് മാത്രമല്ല. ഇതിപ്പോൾ റോഡ് വന്നതാ റോഡ് കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, അതല്ല വേണ്ടത്. അതിൻ്റെ കൂടെ എല്ലാ സംവിധാനങ്ങളും വരണം. ഇത് വലിയ പ്രയാസമുള്ളതല്ല. ഇപ്പോൾ തന്നെ ഇപ്പോൾ ഈ സർക്കാർ 99 കൊണ്ടായിരുന്നു ജയിച്ച MLA മാരുണ്ടായിരുന്നു. ഇത്രയും സ്ട്രോങ് ആയിട്ട് ഗവൺമെൻറ് വിചാരിച്ചാൽ പലതും സംഭവിക്കാം. അവിടെ പലതും മറന്ന് കേന്ദ്ര സർക്കാരുമായി നല്ല ബന്ധം വയ്ക്കുക. ഇപ്പോൾ PM ശ്രീ ഒരു വിഷയം, എന്തിനാണ് PM ശ്രീ എതിർത്തത്? എന്തിനാണ്? അതായത് പ്രൈവറ്റ് സ്കൂളുകൾ മാത്രം മതിയോ, നന്നായിട്ട് പോയാൽ മതിയോ? ഗവൺമെൻറ് സ്കൂളുകളിൽ തൊഴിലധിഷ്ഠിതമായ കോഴ്സുകൾ പഠിപ്പിക്കുക, അതിനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരിക, പുതിയ കെട്ടിട സമുച്ചയങ്ങൾ കെട്ടുക, സ്കൂളിന് അധികം സ്ഥലം വാങ്ങിക്കണം, അതുമായി ഇതിനെല്ലാം കൂടി ഫണ്ട് കൊടുക്കുന്നതാണ് PM ശ്രീ. അത് മോഡിയുടെ പേരിലുള്ള പണമായി. അതായത് ഇതിനകത്ത് മോഡിക്ക് എന്ത് റോള്? നാളെ ഇന്ന് മോഡിയാണെങ്കിൽ നാളെ വേറെ പ്രധാനമന്ത്രി 100 കൊല്ലം കഴിഞ്ഞ് പുള്ളിയായിരിക്കുമോ? പ്രധാനമന്ത്രിയുടെ പേരിലുള്ള പദ്ധതി എന്നേ ഉള്ളൂന്നേ. നിങ്ങളെന്തിനെ എതിർക്കുന്നേ? അത് ഞാൻ പറയും, ഈ അനാവശ്യമായി രാഷ്ട്രീയ ഇത് വെച്ചിട്ട് സംസ്ഥാനത്തെ നശിപ്പിക്കരുത്. ഏത് വഴിയിലോട്ടെ. പിന്നെ ഒരു കാര്യം, അതിന് പൈസ കൊടുക്കുന്നു. ഉദാഹരണത്തിന് 1500 കോടിയാണെന്ന് വിചാരിക്കും. ഈ 1500 കോടി ഒരുമിച്ചും കൊടുക്കത്തില്ല. ആദ്യത്തെ ഒരു ഗഡു കൊടുക്കുമ്പോൾ ആ പണം ചെലവാക്കിയതിൻ്റെ കറക്റ്റ് കണക്ക് കൊടുത്താൽ അടുത്ത ഗഡു വരും. ഇത് ഈ കിട്ടിയ പൈസയെ വകമാറ്റി ചെലവഴിച്ചിട്ട് കേരളത്തിനൊന്നും തരുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അടുത്ത കുഴപ്പം. അവിടെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. നമ്മൾ ബേസിക്കലി നമ്മളല്ല, പ്രൈമറി നമ്മുടെ രാജ്യമാണ്. രാജ്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് സംസ്ഥാനവും വരും. ഈ രാജ്യം നന്നായാൽ മാത്രമേ നമുക്ക് നന്മ വരും. അതുകൊണ്ട് ഇത്തരം ചെറിയ ചെറിയ രാഷ്ട്രീയ ചിന്തകൾ മാറ്റിയിട്ട് വലിയ രീതിയിൽ ചിന്തിച്ചാൽ അസാമാന്യമായ വികസനം കൊണ്ടുവരാൻ പറ്റുന്ന, ഏറ്റവും എളുപ്പം കൊണ്ടുവരാവുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കേരളം അതിദാരിദ്ര്യമുക്തമായി എന്ന് ഈ അടുത്ത് മുഖ്യൻ പറഞ്ഞിരുന്നു. അത് സത്യമാണോ? ചോദ്യത്തിൽ നിന്ന് സത്യം അല്ലെന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒപ്പീനിയൻ. ഞാൻ ചോദിക്കട്ടെ, ഇലക്ഷൻ വരുമ്പോൾ രാഷ്ട്രീയത്തിൽ ഇങ്ങനെയൊക്കെ പലതും കേൾക്കാം. ഞാൻ ചോദിക്കട്ടെ, കേരളം സംസ്ഥാനം ഉണ്ടായിട്ട് ഏകദേശം 60-60 എത്ര വർഷമായിട്ടുണ്ട്? ഇത്രയും വർഷമായിട്ട് ഇപ്പോൾ അതിദാരിദ്ര്യത്തിൽ നിന്ന് മാറിയതല്ലേ? അപ്പോൾ ദാരിദ്ര്യം ഉണ്ടെന്നാണോ? ഞാൻ ഈ അടുത്ത കാലത്തൊരു പ്രിയ സൗകര്യയുടെ വീട്ടിൽ പോയിട്ടാണ്, ശ്രുതി എന്ന് പറഞ്ഞ് ഇവിടെ നെടുമങ്ങാട് കാട്ടാക്കടയ്ക്കകത്ത്. പറഞ്ഞാൽ വിഷമം വരും. കാരണം നമ്മളൊക്കെ മിനിമം സൗകര്യത്തിൽ ജീവിക്കുന്ന, ഈ മുറിയുടെ അത്രയും പോലും ഇല്ലാത്ത ഒരു വീട്. അപ്പോൾ പലരും ചോദിച്ചു, നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് നിങ്ങൾ അറിഞ്ഞില്ലേ? പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന പ്രകാരം വീട് കൊടുക്കാമെന്ന് വെച്ചാൽ അതെങ്ങനെയും തടയും. പാർട്ടിക്കാർക്ക് കൊടുക്കുക. അവർ BJP-ക്കാരാണ്, ഇവർ കോൺഗ്രസ്സുകാരാണ്. ആ പരിപാടിയൊക്കെ മാറ്റിവെക്കുക. ഈ സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എല്ലാവരും കൂടി ഒരുമിച്ച് കൊണ്ടുപോയാലും പറ്റും. അതിനകത്ത് രാഷ്ട്രീയം നോക്കരുത്. ഒരു റോഡ് കെട്ടി വെച്ചിട്ട് BJP-ക്കാരുടെ ഫണ്ട് കൊണ്ടുവന്ന് BJP-ക്കാർ മാത്രമേ പോകാമെന്ന് പറയാൻ പറ്റും? ഇല്ല, എല്ലാവർക്കും കൂടിയാണ്. അതുകൊണ്ട് ഈ അതിദാരിദ്ര്യം എന്ന് പറഞ്ഞ സാധനം ഇത്രയും നാളെടുത്തോ അതിൽ നിന്ന് ദാരിദ്ര്യത്തിലോട്ട് ഉയർത്താൻ? നിങ്ങൾ ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. ഇത്തരം ചില വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ കേരളം അങ്ങ് മാറിപ്പോയി. ഒരു മന്ത്രി ഖത്തറിലിരുന്ന് ഇൻ്റർവ്യൂ കൊടുത്തു, കേരളത്തിലെ അതിദാരിദ്ര്യരെ വിമുക്തരാക്കി. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു, എന്നോട് ഖത്തർ ഭരണാധികാരികൾ ചോദിച്ചു ഇതെങ്ങനെ സംഭവിച്ചു, ഞങ്ങളിതൊന്ന് കണ്ടെത്തിട്ട് ഞങ്ങൾ ഇത്ര നാളായിട്ട് കണ്ടെത്താൻ പറ്റിയില്ല എന്ന് അവിടുത്തെ മന്ത്രി പറഞ്ഞു. ഖത്തർ എന്ന് പറഞ്ഞാൽ അതിസമ്പന്ന രാഷ്ട്രങ്ങളുടെ പട്ടികയിൽപ്പെടുന്ന ഒരു രാജ്യമാണ്. അവിടുത്തെ ഒരു സാധാരണ പൗരൻ്റെ പെർ ക്യാപിറ്റ ഇൻകം, അതായത് വാർഷിക വരുമാനം 60 ലക്ഷം ഇന്ത്യൻ രൂപയുടെ തുല്യമാണ്. അവനെയാണ് ഇവിടുത്തെ അതിദാരിദ്ര്യമായിട്ട് നമ്മൾ കൂട്ടുന്നത്. ഇപ്പം ഇത്തരം സംഭവങ്ങളൊക്കെ പറയുമ്പോൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലെന്നും കൂടി ഒന്ന് ആ പറയുന്ന മന്ത്രി ഒന്ന് ആലോചിക്കണം. ഇത് കേരളത്തിലെ ജനങ്ങളോടാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഈ മാറണം. നമുക്ക് നോക്കട്ടെ. 66,000 കുടുംബങ്ങൾക്ക് എന്തോ സഹായഹസ്തം നീട്ടിയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്, അവരുടെ എഡ്യൂക്കേഷൻ, ബെറ്റർ ലൈഫ് സ്റ്റൈൽ, ലൈവ്ലിഹുഡ്. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നു? ആർക്കെങ്കിലും നല്ലത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം, ഇനിയും കൊടുക്കണം, സ്വാഗതം. പക്ഷേ ഈ കണക്കുകൾ മാത്രം വെച്ച് പോകരുത്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഹെൽത്തിൻ്റെ പദ്ധതി കൊണ്ടുവന്നു, വീടിൻ്റെ പദ്ധതി കൊണ്ടുവന്നു, ജൽജീവൻ മിഷൻ കൊണ്ടുവന്നു. ഞാൻ പറയുന്നത് ശരിയാണ്, സംസ്ഥാന സർക്കാർ കൂടി വിചാരിച്ചാലേ ഒരു കാര്യം നടക്കും. ഞാൻ പറയുന്നത് ഇത് കേന്ദ്രത്തിൻ്റെ മാത്രം പദ്ധതി എന്നും ഞാൻ പറയാൻ പാടില്ല. സംസ്ഥാനം കൂടി വിചാരിക്കണം. കേന്ദ്രം ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നു, സംസ്ഥാനം കൂടി വിചാരിച്ചുകൊണ്ടാണ് നടന്നത്. ഇരു കൂട്ടരും ഇതിൻ്റെ കാര്യം ക്രെഡിറ്റ് എടുക്കുന്നവർ എടുത്തോട്ടെ. പക്ഷേ ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി എടുത്താലും, ഗ്യാസ് പൈപ്പ് ലൈൻ്റെ എടുത്താലും, ഹൈവേയുടെ വർക്ക് എടുത്താലും ഇതിൽ ഇരു കൂട്ടരുടെയും പങ്കാളിത്തമുണ്ട്. ഇത് കാലങ്ങളായി നടക്കാതിരുന്നു. നമ്മൾ നല്ലതും പറയണം. ശരിയാണ്, ഈ മുഖ്യമന്ത്രി അതിന് കുറച്ച് ഇച്ഛാശക്തി കാണിച്ചു. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ വിഴിഞ്ഞം എന്ന് പറഞ്ഞാൽ, പണ്ട് വിഴിഞ്ഞം ഇതുണ്ടായിരുന്നു,
എന്താ നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇതിനൊരു ഫണ്ടുമായി ഒരു പ്ലെയർ വരുന്നു, ഈ റോഡിന് 66,000 കോടി ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കൊടുത്തു, എന്തുകൊണ്ട് റോഡ് നടന്നില്ല? ഈ ഗ്യാസ് പൈപ്പ് ലൈനിന് ഇതിന് മുമ്പേ ഫണ്ട് വന്നു, എന്തുകൊണ്ടാണ് നടന്നില്ല? അപ്പോൾ ഇതൊക്കെ നടക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ കേന്ദ്രത്തിലൊരു വന്നു, അവിടെ നിന്ന് ഇനിഷ്യേറ്റീവ് വന്നു, അതിനെ ഏറ്റെടുത്തു, നടത്തിച്ചു. രണ്ടു കൂട്ടർക്കും ഈക്വൽ പങ്കാളിത്തമുണ്ടതിനകത്ത്, ആരുടെയും കുറച്ച് കാണിക്കണ്ട. ഈ ഒരാളുടെ അടുത്ത് പറയുന്നിടത്താണ് പ്രശ്നം. ചിലപ്പോൾ ഇത് പറയുമ്പോൾ പലർക്കും ഇത് വിഷമം ഉണ്ടാവുമായിരിക്കും, പക്ഷെ ഞാൻ ഇങ്ങനെ പറയത്തുള്ളൂ. കാരണം ഒരാൾ വിചാരിച്ചിട്ടല്ല ഭൂമിയിലെല്ലാം നടക്കുന്നത്, ഒരു കൂട്ടായ പ്രയത്നത്തിലൂടെ പറ്റത്തുള്ളൂ. ഒരാൾക്കെന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം നടക്കാൻ ഒരാൾക്ക് നടക്കാം, ടീമായിട്ട് നടന്നാൽ ദീർഘദൂരം നടക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഒരു ടീം വർക്ക് വേണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെടിവാരി എറിയാതെ ഒരുമിച്ച് പോയാൽ മാത്രമേ നമുക്ക് സംസ്ഥാനത്ത് വികസനം കൊണ്ടുവരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു പാർട്ടിയുടെ ഒരു വ്യക്തമായിട്ട് ഒന്നുമല്ല സംസാരിക്കുന്നത്, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ചേട്ടനിപ്പോൾ ഒരുപാട് വിഷനുള്ള ആളാണെന്ന് സംസാരിച്ചപ്പോൾ തോന്നി. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനെ പറ്റി ചേട്ടന് എന്തൊക്കെ വിഷനാണുള്ളത്? എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് അല്ലെങ്കിൽ സാധ്യതകൾ ഇവിടെ നാളെ കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്ന് ചേട്ടന് തോന്നുന്നു? ഇപ്പോൾ എൻ്റെ വിഷയം മാറ്റി വയ്ക്കാം, കാരണം പാർട്ടി തന്നെ ഒരു വികസന രേഖ അല്ലെങ്കിൽ ഒരു പ്രകടന പത്രിക എന്തൊക്കെ ചെയ്യാമെന്ന് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇവിടെ അധികാരം കിട്ടണം, ഭരണം കയ്യിൽ വന്നാൽ മാത്രമേ. ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ധാരാളം പദ്ധതികൾ വരും, അമൃത് പദ്ധതിയും മറ്റേ, പക്ഷേ അതനുസരിച്ച് ഇവിടെ വികസിപ്പിക്കണമെങ്കിൽ ഇവിടെ ഭരണം നമ്മുടെ കയ്യിൽ വരണം. ഒന്ന്. രണ്ട്, ഇതിനൊരു 3-4 തരത്തിലായിട്ട് ഉത്തരം പറയട്ടു. 10-40 കൊല്ലത്തിന് പുറത്ത് കമ്മ്യൂണിസ്റ്റ് ഭരിച്ച ഒരു കോർപ്പറേഷനാണ്. അവർക്കിത് കയ്യിൽ നിന്ന് പോകാൻ ഒരിക്കലും ആഗ്രഹമില്ല. ഏറ്റവും വലിയൊരു കനത്ത തോൽവിയായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ സർക്കാർ, അതായത് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷമാകുമ്പോൾ കോർപ്പറേഷൻ അവരുടെ കയ്യിൽ നിന്ന് പോകുന്നു. അത് തിരുവനന്തപുരം എന്ന് വെച്ചാൽ അവരുടെ മൂക്കിൻ്റെ കീഴെ കിടക്കുന്ന, അതിന് ഏത് വിധേനയും തടയാനുള്ള നടപടികളാണ് അവരിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ മുഴുവൻ മൂടി. എന്തിനാ? ഇവിടുത്തെ മാലിന്യം എന്ന് പറഞ്ഞതാണ് ഏറ്റവും വലിയൊരു വിഷയം. ഈ മാലിന്യത്തിൻ്റെ തകരാറ് പുറത്തല്ല, കോർപ്പറേഷൻ അകത്തിരിക്കുന്ന ഈ ഭരണകർത്താക്കളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മാലിന്യം. ഈ മാലിന്യം മാറ്റിയാൽ മാത്രമേ കോർപ്പറേഷനിലെ പുറത്ത് കിടക്കുന്ന മാലിന്യം മാറ്റാൻ പറ്റൂ. ഈ മാലിന്യത്തിനകത്ത് കുടുങ്ങി അവിടുത്തെ ഒരു തൊഴിലാളിയായ ജോയ് മരിച്ചു. മരണപ്പെട്ടപ്പോൾ എന്തായിരുന്നു? തർക്കമാണ്. അത് റെയിൽവേയാണ് കൊന്നത്, ഞങ്ങളല്ല. അവർ പറയുന്നത് ഇവരാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ റെയിൽവേ എന്ന് പറയും, ഈ ഭൂമിക്കടിയിൽ മരണപ്പെട്ട് ഈ ചവറുകളിൽ കുടുങ്ങിയൊരു ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ അങ്ങോട്ടുകൊണ്ട് മാറ്റിയല്ല, ഒരുമിച്ചിരിക്കണം. റെയിൽവേ ആൾക്കാരെ വിളിച്ചു പറയണം, ഇനി ഇത് സംഭവിക്കാൻ പാടില്ല, നമുക്ക് ആർക്കൊക്കെ ഇരിക്കാം. ഇവർ തമ്മിൽ വ്യക്തിവൈരാഗ്യമൊന്നുമില്ലല്ലോ. റെയിൽവേയിൽ ഉദ്യോഗസ്ഥർ വെച്ചാൽ മനുഷ്യരല്ലേ. ഇവിടുത്തെ ഉയർന്നവർ ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ എന്തിന് റെയിൽവേ അല്ല, ഇനി ഏതിൻ്റെ അടിയിൽ കൂടി പോകുന്നതാണെങ്കിൽ നമ്മൾ മാറ്റിയിരിക്കണം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഞാൻ ഭയങ്കര ക്ലീനാണെന്ന് പറയുന്നതല്ല കാര്യം ഇരിക്കുന്നത്. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. അതെ, ഞങ്ങൾ ഇന്നിപ്പോൾ സംഭവിച്ചത് ഇത് ക്ലിയർ ചെയ്തിട്ടേ ഉള്ളൂ, വേറെ കാര്യം ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റണം. ഏത് വിഷയമാണ് എടുത്തു നോക്കിയുള്ളൂ. ഒരു കോർപ്പറേഷൻ്റെയൊക്കെ തലപ്പത്ത് ആര് വരണമെന്ന് അത് തന്നെ ആലോചിക്കണം. വന്നവരോട് വ്യക്തിപരം ഞാൻ വ്യക്തി ആക്ഷേപത്തിന് ഒരിക്കലും പോകാറില്ല, പക്ഷേ പ്രായവും പക്വത ഉള്ളവർ അനുഭവസ്ഥരും വേണം അതിന് മുകളിൽ വരാൻ. ഇത് കൊച്ചു പിള്ളേരെ പിടിച്ചിരുത്തിട്ട് വേറെ ആൾക്കാർ റിമോട്ട് കളിക്കുക. ഒരു വഴിയെ പോകുന്നൊരു ബസ്സിൻ്റെ മുമ്പിൽ പോയി ആ ഭാര്യയും ഭർത്താവും കൂടി തടഞ്ഞിട്ട് അവർ മേയറാണ് അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് MLA ആണ്, ഏതോ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന എന്ന് പറഞ്ഞ ഉടനെ രാഷ്ട്രീയം പറയും. ഇതൊന്നും അല്ല ചെയ്യേണ്ടത്. തെറ്റാരുടെ ഭാഗത്തറിയും. ഇന്നലെ കുറ്റപത്രത്തിൽ നിന്ന് 2 പേരുടെ പേര് ഒഴിവാക്കിയിരിക്കുന്നു. എന്ത് ന്യായമാണ്? ആ അന്യായത്തിൻ്റെ കൊടുമുടിയിലൂടെ പോവുക. ഇതിനകത്ത് കോർപ്പറേഷൻ ഇവർക്ക് തന്നെ നല്ലതുപോലെ അറിയാം, BJPക്കാണ് ഇവിടെ വോട്ട് കൂടുതൽ, BJPക്ക് ആൾക്കാർ ഇനിയും വോട്ട് ചെയ്യാൻ പോകുന്നത്, BJP ഭരണത്തിൽ വരുന്ന ഉറപ്പുള്ളതുകൊണ്ടാണ് ഈ മണ്ഡലങ്ങൾ വെട്ടിമുറിക്കുന്നത്. BJP ഉറപ്പായി ജയിച്ചുകൊണ്ടിരിക്കുന്ന കുരിയാത്തി, മുട്ടത്ര, അതുപോലെ PTP നഗർ, ഇതെല്ലാം എന്തുകൊണ്ട് വെട്ടിമാറ്റി? ഏത് രാത്രി ജയിക്കുന്ന PTPയിൽ? അതൊന്ന്. 3 വെട്ടിമാറ്റി. 2, പുതിയ മണ്ഡലങ്ങൾ ഉണ്ടാക്കുന്നു. എന്തിനാണ് ഉണ്ടാക്കുന്നത് പഠിച്ചാൽ മനസ്സിലാവും. BJP ഒരു വാർഡ് ലീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലീഡ് ചെയ്ത ഭാഗത്തു നിന്നുള്ള വോട്ടുകളെ മാറ്റി പുതിയൊരു മണ്ഡലം ഉണ്ടാക്കുക. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും സംഭവിച്ചാൽ ഇതിന് മുമ്പ് 5 കൊല്ലം പുറകോട്ട് പോകാം. അതായത് 2020 നടന്ന തെരഞ്ഞെടുപ്പിൽ BJP ഏകദേശം 10-13 മണ്ഡലങ്ങളിൽ 200 വോട്ടിനകത്ത് തോറ്റ സ്ഥലങ്ങളുണ്ട്, 100 വോട്ടിൽ തോറ്റുണ്ട്, 1 വോട്ടിന് കൗടിയാറിൽ തോറ്റു. ഇതെന്തുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. അവിടെയാണ് ഈ SIR, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവ്യൂ, അതായത് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്ന നടപടി. ആദ്യമായിട്ട് 23 വർഷത്തിന് ശേഷം ശുദ്ധീകരിച്ചിട്ട് ഇലക്ഷൻ നടന്നത് ബീഹാറിലാണ്. BJPക്ക് പോലും കണക്കൂട്ടി തെറ്റിപ്പോയി. കാരണം 58 ലക്ഷം പേർ പട്ടികയ്ക്ക് പുറത്തുപോയി. ആരാണ് 58 ലക്ഷം പേര്? അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. മരണപ്പെട്ടവർ, ഇരട്ട മേൽവിലാസമുള്ളവർ, മൂന്നാമത്തതാണ് ഏറ്റവും അപകടകാരിയായ കാര്യം. തീവ്രവാദ സ്വഭാവമുള്ള ബംഗ്ലാദേശിൽ നിന്നും നുഴഞ്ഞു കയറിയവർ വോട്ടേഴ്സ് ലിസ്റ്റിൽ വന്നിട്ട് ഇവരുടെ വോട്ടിലാണ് ഇത്രയും കാലം ഇവർ ജയിച്ചുകൊണ്ടിരുന്നത്. ഈ 58 ലക്ഷത്തിനെ പുറത്ത് മാറ്റിയപ്പോൾ 243-202 സീറ്റ് നേടി BJPയോട് ജയിച്ചു.
സുനാമി പോലത്തെ ഒരു ജയം. അപ്പോൾ 5 വർഷം പുറകോട്ട് നോക്കൂ, കേരളത്തിൽ SIR നടത്തിയാൽ 12 മുതൽ 20 ലക്ഷം പേര് വരെ പുറത്തു പോകും. കാരണം കണ്ടടത്ത് മുഴുവൻ സർവ്വ കൊള്ളക്കാരും കാട്ടുകള്ളന്മാരും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് കിടക്കുക. ഒരു മോമന പേരും കൊടുത്തു, അതിഥി തൊഴിലാളി. നിങ്ങളൊന്ന് ആലോചിക്കണം, ഇന്ത്യ വിടുക, കേരളത്തിൽ നിന്ന് നമ്മൾ ദുബായിലോട്ട് പോകും, റബേക്ക് അങ്ങോട്ട് പോവുക, കയ്യിലൊരു പാസ്പോർട്ട് ഉണ്ടാവുമല്ലോ, ഒരു വിസ ഉണ്ടാവുമല്ലോ. വിസയ്ക്ക് കാലാവധി 14 ദിവസമാണെങ്കിൽ 15-ാം ദിവസത്തിനകം നിങ്ങൾ പുറത്തിറങ്ങിയില്ലെങ്കിൽ പിടിച്ചകത്തിടുവോ, ഡീപ്പോർട്ട് ചെയ്യുമോ? അതുപോലെ ഇന്ത്യയിൽ നുഴഞ്ഞു കയറിയത് ഇതൊന്നുമില്ലാതെ കയറിയവനെ പുറത്താക്കിയിരിക്കണം. അത് SIR ആദ്യ ഒരു തുടക്കം മാത്രമാണ്. ഇവിടെ NRCക്കെതിരെ സംസാരിക്കും, CAക്കെതിരെ സംസാരിക്കും. എന്താണ് നാഷണൽ രജിസ്ട്രേഷൻ ഓഫ് സിറ്റിസൺസ്? ഈ രാജ്യത്ത് ആൾക്കാർ മാത്രം ജീവിച്ചാൽ മതി, അതല്ലേ ന്യായം? പുറത്തുള്ളവരെ ജീവിക്കാം, നിയമപരമായി വന്നാൽ നിയമപരമായ പറഞ്ഞ സമയത്ത് പുറത്തു പൊക്കണം. ഈ രാജ്യത്തെ ക്ലീൻ ചെയ്താൽ കേരളത്തിൽ ഈ SIR നടപ്പാക്കിയിട്ടായിരുന്നു ഇന്നത്തെ തെരഞ്ഞെടുപ്പ് നടത്തുന്നെങ്കിൽ 70 സീറ്റ് BJP ജയിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിൽ. ഞാനിത് എൻ്റെ കയ്യിൽ നിന്നിരുന്നുമല്ല, നിങ്ങൾ നോക്കിക്കോളൂ. ഈ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് SIR വന്നു കഴിയുമ്പോൾ എൻ്റെ റിസൾട്ടിൻ്റെ വ്യത്യാസം കാണാം. കാരണം ഇവിടെ വന്ന് കിടന്ന് അവർ ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങളെ ദുരുപയോഗപ്പെടുത്തി സർവ്വ റെക്കോർഡ്സും വ്യാജമായി ഉണ്ടാക്കി വെച്ചിട്ട് വോട്ട് ചെയ്യുന്നതാണ്. ഇത് മുഴുവൻ പുറത്തു പോകും. ഈ മരണമടഞ്ഞവരുടെ പേരിൽ മുഴുവൻ ഇവിടെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ വീട്ടിലൊക്കെ വേറെ പലരുടെ അഡ്രസ്സ് വരത്തി വഞ്ചൂർ സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ ആ വീടുമായി ബന്ധമില്ലാത്ത 5-6 പേരുടെ പേര് വന്നിരിക്കുന്നു കഴിഞ്ഞ ഇലക്ഷനിൽ. ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ലിസ്റ്റിലുണ്ടെങ്കിൽ വോട്ട് ചെയ്യാൻ അധികാരമുണ്ട്. അതുകൊണ്ട് ഇത്തരം മാൻ പ്രാക്ടീസസ് മുഴുവൻ നിൽക്കട്ടെ, കാണാൻ വരാൻ പോകുന്ന മാറ്റം. അതുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്ന ഇത്തവണ അങ്ങേറ്റം ടെൻഷനിലാക്കിയിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അവർക്കറിയാം അവർ ചെയ്തു കൂട്ടിയിരുന്ന കുഴപ്പം. എല്ലാം കഴിഞ്ഞ് ഏതോ രാജ്യത്ത് ഒരു അവാർഡും വാങ്ങിച്ചു മേയർ. അതൊക്കെ നമ്മൾ സിനിമയെന്നുകൊണ്ട് നമുക്കറിയാലേ ഈ അവാർഡും മറ്റതൊക്കെ കാശ് കൊടുത്താൽ എങ്ങനെ കിട്ടുന്നത്. ഞാൻ പിന്നെ വ്യക്തി അധിക്ഷേപത്തിനില്ല, ഞാൻ എല്ലാവരുടെ നല്ല ബന്ധം സ്ഥാപിക്കും. പക്ഷേ രാഷ്ട്രീയപരമായി തെറ്റാണ് ആര് ചെയ്താലും. അത് പ്രത്യേകിച്ച് നമ്മൾ പ്രതിപക്ഷത്തിരിക്കുന്നുണ്ട്, നമ്മൾ ഭരണപക്ഷത്തെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി അതിനെ നിശ്ചിതമായി നമ്മൾ വിമർശിക്കണം, പുറത്തു കൊണ്ടുവരണം. ചേട്ടാ, ഇനി നമുക്ക് ചേട്ടൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് വരാം. തിരുവനന്തപുരത്തെ സ്റ്റാർ ക്യാമ്പയിനറായി പലയിടങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കുറച്ചധികം പ്രവർത്തനങ്ങൾ ഉണ്ടോ എന്നൊരു ഡൗട്ട്. മറ്റേതെങ്കിലും കാരണമുണ്ടോ? ഈ സ്റ്റാർ ക്യാമ്പയിനൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും സിനിമയിൽ 10-36 കൊല്ലത്തോളം നിന്നു, അല്ലെങ്കിൽ പൊതുരംഗത്ത്. അത് കഴിഞ്ഞാണ് രാഷ്ട്രീയത്തിലോട്ട് വരുന്നത്. അപ്പോൾ എല്ലായിടത്തും സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയാണ്. ഇപ്പോൾ ഈ ത്രിതല പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷനുണ്ട്, തൊട്ടടുത്ത് കാട്ടാക്കട, ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഞാൻ ഇഷ്ടംപോലെ വർക്ക് ചെയ്ത് ബന്ധമുള്ളവരാണ്. അപ്പോൾ പരമാവധി ഇപ്പം ഞാൻ 2 ഇലക്ഷൻ ഫൈറ്റ് ചെയ്ത ഒരാളും ഞാൻ 2 തോറ്റ ഒരാളും. അതുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയുടെ മനസ്സ് എനിക്ക് നല്ലപോലെ അറിയാം. പരമാവധി സ്ഥലങ്ങളിൽ ഓടിയെത്തും ഞാൻ. കുറേ പാർട്ടി ഓഫീസിൽ നിന്ന് വിളിക്കും, പ്രവർത്തകർ വിളിക്കും, സ്ഥാനാർത്ഥികൾ വിളിക്കും. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ആദ്യമായിട്ടായിരിക്കും പാർട്ടിയുടെ ഒരാൾ അല്ലെങ്കിൽ ഒരു സിനിമയിൽ നിന്നൊരാൾ വരുന്നത്. അപ്പം നമ്മളെപ്പോഴും ആലോചിക്കും, എല്ലാ വ്യക്തികൾക്കും കുറച്ച് പേരെ സ്വാധീനിക്കാൻ കഴിവുണ്ട് ഭൂമിയിലെല്ലാവർക്കും. അപ്പം നമ്മൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. നമ്മൾ ചെന്ന് സംസാരിച്ചാൽ ചിലപ്പോൾ ഇവരൊക്കെ ജയിക്കാൻ, ചിലപ്പോൾ 5 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നത് നമ്മളൊരു 5 വോട്ട് നമുക്ക് നേടിക്കൊടുക്കാൻ കഴിയുമോ? അതുകൊണ്ട് പരമാവധി സ്ഥലങ്ങളിൽ 7-ാം തീയതി വരെയുള്ളൂ നമ്മൾ ഓടിയെത്തുക. പിന്നെ വട്ടിയൂർക്കാവ് എന്ന് പറഞ്ഞു, ഞാൻ ജീവിക്കുന്നത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിനകത്താണ്. എൻ്റെ ഭാര്യയുടെ വീട് വട്ടിയൂർക്കാവിനകത്ത്. ഇപ്പം നമ്മളിത് സംസാരിക്കുന്ന ഈ ഓഫീസ് ഇവിടെയാണ്. 25 കൊല്ലം വിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ബന്ധങ്ങൾ ഇവിടെ കൂടുതലാണ്. ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ വിളി വരുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥികളുമായിട്ട് വ്യക്തിബന്ധമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ ജീവിക്കുന്നിടത്തായിരിക്കണോ ഏറ്റവും കൂടുതൽ വർക്ക്. എന്തിനാ കാഞ്ഞിരംപാറ വാർഡിൽ ഇപ്പോൾ സുമി ബാലു നിൽക്കുന്നു, എൻ്റെ മാതൃ വാർഡാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയായിരിക്കും ഏറ്റവും കൂടുതൽ ഞാൻ വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് യാതൊരു തർക്കവുമില്ല. കാരണം എൻ്റെ അവിടെ എനിക്ക് അറിയാവുന്നവർ ജയിച്ചു വരണം. ഇപ്പോൾ കഴിഞ്ഞാണ് അവർ കൗൺസിലറായിരുന്നു. ഇത്തവണയും എല്ലാ സാധ്യതയാണ്, അവർക്ക് നല്ല ബഹുഭൂരിപക്ഷത്തിൽ ജയിക്കും. ആ ഭൂരിപക്ഷം കൂട്ടാൻ നമ്മൾ പോയി പ്രവർത്തിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നമുക്ക് ചുറ്റും നിൽക്കുന്നവർ വിജയിക്കുമ്പോൾ അതെൻ്റെ വിജയമായിട്ട് ഞാൻ കരുതും. അതുകൊണ്ട് ഇന്നും നാളെയും 7-ാം തീയതി വരെയും മരിച്ച് പണിയെടുക്കുക, പാർട്ടിയെ ജയിപ്പിക്കുക. ഓക്കെ, അടിപൊളി. ചേട്ടാ, ഇപ്പം കൊല്ലം ലോക്സഭാ തിരഞ്ഞെടുപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ 60,000-ലധികം വോട്ടുകൾ ചേട്ടന് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പോഴത്തെ നിഷ്പക്ഷ വോട്ടർമാരെ, അതുപോലെ യങ് ആയിട്ടുള്ള വോട്ടർമാരെയൊക്കെ സ്വാധീനിക്കാനും ഈ ഒരു BJPയിലേക്ക് അവരെ കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്ന് തോന്നുന്നുണ്ട്, ഇവിടുത്തെ ഒരു പൊളിറ്റിക്സൊക്കെ കണക്കിലെടുക്കുമ്പോൾ. കൊല്ലത്ത് അവസാനമാണ് എൻ്റെ പേര് വരുന്നത്. 26 ദിവസമാണ് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റിയത്. അപ്പോൾ പെട്ടെന്ന് ഞാനവിടെ ചെല്ലുന്നു.
തീർച്ചയായിട്ടും കൊല്ലം വഴി ധാരാളം യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കൊല്ലം എന്ന് പറയുന്നത് വളരെ വലിയൊരിതാണ്. വീതി വെച്ചാൽ മല, അത് കഴിഞ്ഞ് കുറച്ച് കായലുകൾ, നദികൾ, ഇത് കഴിഞ്ഞ് കടൽ, ഇങ്ങനെ കിടക്കുന്ന, കേരളത്തിന് കുറുകെ കിടക്കുന്ന ഒരു ജില്ലയാണ്. അപ്പോൾ അവിടെ ചെല്ലുന്നതിന് മുമ്പ് നമ്മൾ മാപ്പൊക്കെ വെച്ചൊന്ന് പഠിച്ചു. എവിടെയാണ് പുനലൂർ, എവിടെയാണ് ഓരോ സ്ഥലവും നമ്മളിങ്ങനെ പഠിക്കാൻ തുടങ്ങി. കുണ്ടറ എവിടെയാണ്. നല്ല ഒന്നാന്തരം പ്രവർത്തകരാണ് താഴെത്തട്ടിൽ, പ്രത്യേകിച്ച് കാര്യകർത്താക്കളെന്ന് വെച്ചാൽ സംഘത്തിൻ്റെ ആയിക്കോട്ടെ BJP ആയിക്കോട്ടെ, ചെല്ലുമ്പോൾ ഏറ്റവും നല്ലൊരു സ്വീകരണം തന്നു. മിനിമം ദിവസമാണെങ്കിലും പരമാവധി നമ്മൾ ഓടി പ്രവർത്തിച്ചു. അതിൻ്റെ ഫലമാണ് ഈ 60,000 വോട്ട് അല്ലെങ്കിൽ അധികം കൂട്ടാൻ കഴിയുന്നത്. അതിൽ തന്നെ പരമ്പരാഗതമായ ആൾക്കാർ ചിന്തിച്ചു തുടങ്ങി, കാലങ്ങളെ ഞാൻ ഇവർക്ക് കൊടുത്തു, എന്നിട്ട് എനിക്ക് എന്ത് കിട്ടി? കൊല്ലത്ത് 36-40 കൊല്ലത്തോളം അടഞ്ഞു കിടന്ന ബൈപ്പാസിൻ്റെ വർക്ക് കഴിയുന്നു. ഇപ്പോൾ അത് 4 വരുന്നു. റെയിൽവേ സ്റ്റേഷൻ മൊത്തമായി പുതിയൊരു ബിൽഡിംഗ് വരുന്നു. 380 കോടിയിൽ പരം രൂപ ചിലവാക്കി. അപ്പോൾ ജനങ്ങൾക്കറിയാം ഇതെല്ലാം എന്തുകൊണ്ട് വന്നു. അപ്പോൾ നരേന്ദ്രമോദി എന്നൊരു വ്യക്തിയുടെ ഫേസ് ഉണ്ട്, അതിലാണ് ഈ വോട്ടെല്ലാം കൂടുന്നത്. പ്ലസ് നമ്മൾ അവിടെ ചെന്നപ്പോൾ നമുക്ക് താഴെത്തട്ടിൽ നല്ലപോലെ പ്രവർത്തിക്കാൻ പറ്റി. ആളുകൾ മാറി ചിന്തിച്ചു. നമ്മൾ തോൽവി സംഭവിച്ചെങ്കിലും ഞാനതൊരു വിജയം കാണുന്നത് എവിടെയെന്ന് വെച്ചാൽ, ഈ 60,000 വോട്ടുകൾ കൂടുമ്പോൾ, ഇപ്പോൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുക, താഴെത്തട്ടിൽ ഇതിൻ്റെ ചലനമുണ്ടാവും. ചെറിയ ചെറിയ വോട്ടുകൾക്ക് തോറ്റെടുത്തെല്ലാം നമ്മൾ ഈ 60,000 കിട്ടിയത് ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ ചിലപ്പോൾ 100ഉം 200ഉമായി മാറും. 40 വോട്ട് തോറ്റവർ 100 വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ 60 വോട്ടിന് ജയിക്കും. ധാരാളം പേരെ ജയിപ്പിക്കാൻ അന്നത്തെ 60,000 സഹായിക്കുന്നതാണ് അവിടെ ഉള്ളവരും പറയുന്നത്, ഞാനും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഓരോ ചുമതലയുണ്ട് പാർട്ടിക്കാർ തരും. ജയിപ്പിക്കാനായിട്ട് ചിലരെ വിടും, ചിലരെ വോട്ട് കൂട്ടാനായിട്ട് വിടും. അതുകൊണ്ട് പാർട്ടിയുടെ അങ്ങേയറ്റം നന്ദിയാണ്. ഞാൻ പോയാൽ പാർട്ടിക്ക് വോട്ട് കൂട്ടാൻ പറ്റുന്നൊരു വിശ്വാസം പാർട്ടിക്ക് ഉണ്ടായിട്ടാണല്ലോ എന്നെ അയച്ചത്. അതുകൊണ്ട് പോയി കൃത്യമായി ജോലി ചെയ്തു. അതിൻ്റെ എഫക്റ്റ് ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ വരുന്ന വിശ്വാസത്തിലാണ് ഞാനിരിക്കുന്നത്. ചേട്ടാ, ഈ ഇലക്ഷൻ വരുമ്പോൾ കുറേയധികം കാര്യങ്ങൾ മുങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ മനഃപൂർവ്വമായി മുക്കുന്നു. ജനശ്രദ്ധ ഏതിലേക്ക് കേന്ദ്രീകരിച്ചാൽ കൂടുതൽ TRP ഏതിലേക്കാണ് പോകുന്നത്, ആൾക്കാർ കൂടുതൽ ചർച്ച എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇതനുസരിച്ചുള്ള വിഷയങ്ങൾ മാത്രം മാധ്യമങ്ങൾ എടുത്തു കാട്ടുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ അയ്യപ്പൻ്റെ ഇഷ്യൂ ആയാലും ഇപ്പോൾ ആരും അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. മറ്റ് പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചർച്ച ചെയ്യേണ്ടുന്ന പല കാര്യങ്ങളും മുങ്ങിപ്പോകുന്നു എന്ന് ചേട്ടൻ തോന്നിയിട്ടുണ്ടോ? പലതരത്തിൽ നമുക്കത് ചിന്തിക്കാം. കാരണം ഈ ആളുകളുടെ ഇഷ്ടത്തിനല്ല പലപ്പോഴും ചാനലുകൾ വാർത്തകൾ സൃഷ്ടിക്കുന്നത്. ഇപ്പോൾ സൃഷ്ടിക്കലാണ്, വാർത്ത ഉണ്ടാവുന്നതല്ല. അപ്പോൾ ആൾക്കാർക്ക് നിരന്തരം ഒരു സാധനം കൊടുത്തുകൊണ്ടിരുന്ന പിന്നെ അവർക്ക് നിവൃത്തിയില്ല, അത് കണ്ടല്ലേ പറ്റൂ. അവിടെയാണല്ലോ വിഷയം വരുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം, ചാനലുകൾ ഇപ്പോൾ TV വീട്ടിൽ വയ്ക്കാൻ പറ്റാത്ത രീതിയെ ആഭാസത്തരം ആണ് കൂടുതലും പറയുന്നത്. കുടുംബത്തോടിരുന്ന് കാണാൻ പറ്റാത്ത രീതിയിലുള്ള വിഷയങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ആൾക്കാർ ഇത് നകന്നു പോകുന്നു വെച്ചാൽ, ഇൻഫോർമേറ്റീവായിട്ട് ഒന്നുമില്ലെന്നേ. എൻ്റെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ മറയ്ക്കാൻ ഞാൻ വേറൊരാളുടെ പ്രശ്നം എടുത്ത് കൊണ്ടിരുന്നു. ഇത് മാത്രം നടക്കുന്നു. TRP എന്നൊരു വിഷയമാണല്ലോ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. എൻ്റെ ചാനൽ കൂടുതൽ ആൾക്കാരെ വലിച്ചു കൊണ്ടുവന്ന് എനിക്ക് പരമാവധി പരസ്യം കിട്ടി, എനിക്ക് കൂടുതൽ പണം കിട്ടണം എന്നുള്ള ഉദ്ദേശം വരുന്നു. അതിൻ്റെ ഏറ്റവും മോശമായ വശമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഒരു ചാനലുകാരൻ TRP കമ്പനിക്ക് പണം കൊടുത്ത് ആൾക്കാരെ അതായത് TRP കയറ്റാൻ പണം കൊടുത്ത് വാങ്ങിക്കും. ഇനിയിപ്പോൾ അപ്പോൾ ഇതൊന്നും സത്യമല്ല എന്ന് മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെയാണ് ആൾക്കാർ മനസ്സിലാക്കേണ്ടത്. ഇത് വ്യാജമാണ് ഈ ചാനൽ കാണിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത തപ്പണ്ടി മറ്റുള്ളവരെന്താ ചെയ്യുന്നത് നമുക്കറിയില്ല. അപ്പം ഇന്ന് ചുരുക്കി പറഞ്ഞതെന്ന് വെച്ചാൽ, പ്രേക്ഷകരെന്ന് പറയുന്ന ഒരു കൺഫ്യൂസ്ഡാണ്. ഈ കാണുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല, പക്ഷേ ഞാൻ TV ഓൺ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഭരണകർത്താക്കൾ സ്വാധീനം ചെലുത്തുന്നുണ്ടോ, പ്രതിപക്ഷത്തിരിക്കുന്നവർ പണം ഇറക്കുന്നുണ്ടോ, ഒരു പിടിയും കിട്ടുന്നു. ഇത് മുഴുവൻ മാനിപ്പുലേറ്റഡ് ആയിപ്പോയി, കംപ്ലീറ്റ് കറപ്റ്റഡ് ആവുകയാണ് സിസ്റ്റം. അതായത് സത്യമായ കാര്യങ്ങൾ ആൾക്കാരിലോട്ട് എത്തിക്കാതിരിക്കുന്ന വസ്തുത. കൺഫ്യൂസ്ഡ് ആവും ആൾക്കാർ. നമ്മൾ എന്ത് ചിന്തിക്കണം എന്ന് വരെ സത്യം പറഞ്ഞാൽ മാനിപ്പുലേറ്റഡ് ആവും. ആബ്സല്യൂട്ട്ലി. അൽഗോരിതം എന്നൊരു സാധനമൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ, ഇപ്പം ഞാൻ ഒരു ഏരിയയിൽ എനിക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ കണ്ടു തുടങ്ങിയാൽ പിന്നെ അത് മാത്രമേ വരുന്നുള്ളൂ. എനിക്ക് മറുവശം ലോകത്ത് ഞാൻ കാണുന്നതല്ലല്ലോ ഈ ലോകം എന്ന് പറയുന്നത്, ഞാൻ കാണുന്നതല്ലല്ലോ മുഴുവൻ സത്യം എന്ന് പറയുന്നത്. പക്ഷെ മറ്റേത് അറിയാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ ഫോഴ്സ്ഫുള്ളി പോയി കുത്തി അപ്പുറത്ത് പോകണം. പിന്നെ ഈ സ്ഥിരം വരുന്ന സാധനത്തിന് ഞാൻ ബ്ലോക്ക് ചെയ്യണം, നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞ് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. ആ രീതിയിലോട്ട് പോവുക. ഇതൊരു വല്ലാത്ത കൺഫ്യൂസിങ് സിസ്റ്റമാണ്. TRPക്ക് വേണ്ടി നടക്കുന്ന ഈ വൃത്തികെട്ട മത്സരം, അതാണ് പറയേണ്ടത്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഒരു ചാനൽ ചർച്ച തന്നെ പണ്ടൊക്കെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. പ്രതിപക്ഷ ബഹുമാനത്തോടെ സംസാരിക്കുന്ന പാനലിസ്റ്റുകൾ വരുമായിരുന്നു. തെറിവിളി എന്ന് വെച്ചാൽ ഒരു രക്ഷയുമില്ല. അപ്പോൾ അതിനകത്ത് പങ്കെടുക്കാൻ നല്ല ആൾക്കാർ വരാതായി. രണ്ടാമത്തെ വിഷയം, കാഴ്ചക്കാർ ഇതിൽ നിന്ന് മാറിപ്പോയിക്കൊണ്ടിരിക്കും. ഇപ്പം നിങ്ങളുടെ തലമുറ എന്ന് പറയുന്നത് ട്രോളായിട്ട് കാണുന്നുണ്ട്, ന്യൂസ് കാണുന്നുണ്ട്. എനിക്കറിയില്ല നിങ്ങൾ കാണും. എൻ്റെ വീട്ടിലെ മക്കളൊന്നും ഇപ്പം ന്യൂസ് കാണാതായി. അവർക്ക്
ഭാഷ പോലും വിഷയമല്ല. നല്ലതാണെങ്കിൽ കൊറിയൻ ആയിക്കോട്ടെ, ചൈനീസ് ആയിക്കോട്ടെ, ഏതൊക്കെയോ ഭാഷകൾ ഇതിൽ കാണും, എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നല്ലത് കൊടുക്കുന്നില്ലെങ്കിൽ ഇതിന് ആൾക്കാർ പൊക്കോട്ടിരിക്കും. പിന്നെ പൈസ കൊടുത്ത് റേറ്റിംഗ് കയറ്റാനേ പറ്റും. ഓക്കെ ചേട്ടാ, ഇപ്പം ഒരു ആക്ടർ ആയതുകൊണ്ട് ഇത് ചോദിക്കാതെ അവസാനിപ്പിക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു പ്രൊഡക്ഷൻ കൺട്രോളിനെ തുടർന്ന് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഇഷ്യൂ എടുത്ത് പറയുന്നില്ല, ഞാൻ ചോദിക്കുന്നത്, നമ്മൾ പറയുന്നുണ്ടല്ലോ സ്ത്രീകൾ ഒരുപാട് ചൂഷണം അനുഭവിക്കുന്ന ഒരു ഫീൽഡാണ് ഇത്. മാത്രമല്ല, ഒരുപാട് സമൂഹത്തിൽ എന്തെടുത്താലും പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതല്ല, ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ വിചാരിച്ചാൽ സിനിമ മോഹിച്ച് വരുന്ന ഒരു യുവതലമുറയെ വളരെയധികം എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ആ വാർത്ത കണ്ടപ്പോൾ വിചാരിച്ചു അദ്ദേഹത്തിന് വന്ന പല പ്രോജക്റ്റുകളും അദ്ദേഹം തിരക്കിലാണെന്ന് പറഞ്ഞ് മുടക്കുകയാണ് ചെയ്തിരുന്നത് പ്രൊഡക്ഷൻ കൺട്രോളർ. അതുപോലെ പലരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയിട്ടുണ്ടെന്നൊക്കെ അറിയുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നുണ്ടോ? എക്സ്പ്ലോയിറ്റേഷൻ എല്ലാ മേഖലകളിലുമുണ്ട്, ഭൂമിയുടെ എല്ലാ മേഖലകളിലുണ്ട്. പക്ഷേ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന 3 മേഖലകൾ, ഹൈ പ്രൊഫൈൽ എന്ന് പറയുന്ന 3 മേഖലകളാണ് രാഷ്ട്രീയം, സിനിമ, സ്പോർട്സ്. ഈ 3 സ്ഥലങ്ങളിലാണ് കുറച്ചെങ്കിലും വെളിയിൽ വരുന്നത്. ഇത് ഭാഗ്യ അന്വേഷികളുടെ ഒരു രംഗമാണിതെല്ലാം. സ്ട്രക്ചേർഡ് അല്ല. ഫോർ എക്സാമ്പിൾ, ഒരു ഡോക്ടർ ആവണമെങ്കിൽ MBBS പാസ്സാവണം, ഒരു ലോയർ ആവണമെങ്കിൽ ഇന്നത് പാസ്സാവണം, ഒരു എഞ്ചിനീയർ ആവണമെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു ജോലിയിൽ കയറണമെങ്കിൽ പരീക്ഷ എഴുതണം. പലതുമായി ക്രൈറ്റീരിയസ് ഉണ്ട്, അത് പാസ്സായാലും പറ്റൂ. ഇതൊന്നും വേണ്ടാത്തൊരു മേഖലകളിൽ ഒന്നാണ് സിനിമ. ഒരു വെള്ളിയാഴ്ച ഒരു പടം ഓടിയാൽ അതിൻ്റെ സംവിധായകൻ, അതിൻ്റെ നടൻ, അതിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഒക്കെ പിന്നെ ദൈവങ്ങളാണ്. അവർ പറയുന്ന വിശ്വസിച്ച് കുറേ പേര് ഇറങ്ങിത്തിരിക്കും. അവരുടെ കുടുംബമായിട്ടിങ്ങ് വരും. എൻ്റെ മകളെ എങ്ങനെയെങ്കിലും ഒന്ന് സാറൊന്ന് അതിലോട്ടൊന്ന് ആക്കിത്താ എന്ന് പറഞ്ഞിറങ്ങും. അപ്പോൾ എന്ത് പറ്റുന്നു? ഈ ചൂഷണത്തിന് അവർ തന്നെ ഒരു വഴി ഉണ്ടാക്കി കൊടുക്കുക. ഇത് ഒരു വശം. എന്ന് വെച്ച് ചൂഷണം പെടുത്തണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അവർ തിരിച്ചും പലതരം ആയുധങ്ങൾ ഇവരുടെ പുറത്തും വെച്ചേക്കും. കാരണം ഇവർ നാളെ അതുമായി വന്നാൽ ഞാൻ ഇതെടുത്ത് വെളിയിടും. ഇത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ വേറൊരിതുണ്ട്. ഇന്നത്തെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചില കഥകൾ പൊങ്ങി വരും. അവരെൻ്റെ ഇത് ഇത്ര ലക്ഷം വാങ്ങിച്ചു, എനിക്ക് തന്നില്ല, അല്ലെ എന്നെ അവർ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഇവരാരും കേസിന് പോകുന്നില്ല. സംഭവം നോക്കുമ്പോൾ ഒരു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഉണ്ടാക്കും. കുറച്ച് കഴിഞ്ഞ് സിനിമ ഇറങ്ങി പേരെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവരാരും പരാതിയില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഒന്നും ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുക. ഇതിനകത്ത് യഥാർത്ഥത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്നത് കേസ് കൊടുത്താൽ ഒരുപാട് വൈകും, അല്ലെങ്കിൽ നിയമം കറക്റ്റായിട്ട് നടപ്പിലാവില്ല എന്നൊരു പേടി കൊണ്ട്, അതൊരു കാരണം. പക്ഷെ ഞാൻ ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും പരാതി കൊടുക്കുന്നില്ലെന്നേ. അവിടെയാണ് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം എന്നറിയോ, യഥാർത്ഥത്തിൽ പീഡിപ്പിക്കപ്പെടുന്നവരുടെ ചൂഷണം ചെയ്ത് ഇവർക്കൊന്നും ന്യായവും നീതിയും കിട്ടുന്നില്ല. എന്നാൽ ഒരു വിഭാഗം വ്യാജ കേസുകളുമായിട്ടും ഇറങ്ങുന്നുണ്ട്. ഇത് 2 വശങ്ങളുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാവരുടെയും ഭാഗത്തും സംസാരിക്കണം. സ്ത്രീ ആയാലും പുരുഷനായാലും കുട്ടിയായാലും പ്രായമുള്ള ആരാണെങ്കിലും അനാവശ്യം ആരെയും ഒരു കുരുക്കിൽ ചൂഷണം ചെയ്യരുത്. പക്ഷേ ഇതിൽ ചൂഷണം ശരിക്ക് ചെയ്യുന്നവരുണ്ട്, വ്യാജവുമുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു കണക്ക് ഇവിടെ വായിച്ചു കേട്ടു. എത്ര ശരിയാണെന്ന് എനിക്കറിയില്ല. 53% മൊളസ്റ്റേഷൻ കേസ് ഫേക്ക് കേസുകളാണ്. അപകടം ആലോചിച്ച് നോക്കി. ഒരു സ്ത്രീ പരാതി കൊടുക്കുന്നു, ന്യായമാണെങ്കിൽ അന്വേഷിക്കണം, ആ കുറ്റം ചെയ്തവരെ പിടിക്കണം. പക്ഷേ ഈ സ്ത്രീ വ്യാജമായി പണത്തിന് വേണ്ടി കേസ് കൊടുക്കുന്ന സംഭവം വരുമ്പോൾ അവരൊരു കുടുംബത്തിനെ തല്ലി തകർക്കുമ്പോൾ അതിനകത്ത് സ്ത്രീകളും സഫർ ചെയ്യുക. ഒരു സ്ത്രീ തന്നെ മറ്റൊരു സ്ത്രീക്ക് വിനയാവുന്നത്. പണം, പദവി ഡിഫെയിം ചെയ്യാൻ ഇതിലേതെങ്കിലും ഒരു കാരണത്തിലാൽ ചെയ്യും. അതാണ്. അപ്പോൾ ഇത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ, ഭൂമി നല്ലതാണ്, ഭൂമിയിൽ നല്ലൊരു ശതമാനം കാര്യങ്ങൾ നല്ലതാണ്, നല്ല ആൾക്കാരാണ് കൂടുതൽ, ബഹുഭൂരിപക്ഷം. പക്ഷെ ഇപ്പം എന്തു വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ മീഡിയ പ്രൊജക്റ്റ് ചെയ്യുന്നത് മുഴുവൻ ഈ ഭൂമി എന്തോ വലിയ കുഴപ്പത്തിലൂടെയാണെന്നുള്ളത് വരുത്തി തീർക്കുകയാണ്. ആൾക്കാർ ഭയത്തിലാണ്. ഇങ്ങനെയൊന്നും അല്ല ഭൂമി പോകുന്നത്. ഇപ്പം നമ്മളിവിടെ സംസാരിക്കുന്നു, ഇവിടെ 3 ആണുങ്ങൾ നിൽക്കുന്നു, മോളിവിടെ നിൽക്കുന്നു. ഞാൻ ഇതുപോലെ സിനിമാ സെറ്റിൽ ഇപ്പോൾ 100ഓളം ജീവനക്കാരുണ്ട്. ബഹുഭൂരിപക്ഷം ആണുങ്ങൾ, വളരെ കുറച്ച്. എൻ്റെ കൺമുമ്പിൽ ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ മുറിയിലോട്ട് ആരും വന്നിട്ടുമില്ല, ഞാൻ ആരുടെയും മുറിയിൽ ഒന്നിനും പോയിട്ടുമില്ല. ഇത്ര പറയുമ്പോൾ ഞാൻ അത്ര വലിയ അല്ല, സാധാരണ വികാരങ്ങളുള്ള ഒരു ആണ് തന്നെ ഞാൻ. പക്ഷേ നമ്മൾ നിയന്ത്രിക്കണം, നമ്മൾ തീരുമാനിക്കണം എവിടം വരെ പോകണം. ആർക്കും ആരുമായിട്ട് അടുപ്പമുണ്ടോ, ആർക്കും ആരുമായിട്ട് എന്തോ ആവും. പക്ഷേ ഈ ഫോഴ്സ് ചെയ്തുള്ള സംഭവങ്ങളോട് ഫോഴ്സ് പല രീതിയിൽ കൊണ്ടുവരും. മനസ്സിലായി? അതൊക്കെയാണ് പ്രശ്നം. അത് നിയന്ത്രിക്കാൻ പറ്റാത്തത് എന്താണെന്ന് വെച്ചാൽ സ്ട്രക്ചേർഡ് അല്ലാത്ത ഇൻഡസ്ട്രികൾ ഇതെല്ലാം. സിനിമയിൽ പ്രത്യേകിച്ച് സ്ട്രക്ചറില്ല. ആർക്കാണ് നിയന്ത്രണം ഈ സിനിമയുടെ പുറത്ത്? ഇത് പോട്ടെ, സിനിമ അവിടെ ഇരിക്കട്ടെ.
ഈ സീരിയൽ, ഈ സോഷ്യൽ മീഡിയ, ഇതിന് എവിടെ നിയന്ത്രണം? ആരെ പറ്റി എന്തും എവിടെ ആരെ വേണം ഡിഫൈം ചെയ്യാലോ? കറക്റ്റായിട്ട് സംഭവം ഉണ്ടോ? ഇപ്പോൾ ഈ ഒരു വിഷയം വന്നപ്പോൾ ആരോ കമൻറ്റ് ഇട്ടവരെ അറസ്റ്റ് ചെയ്തു. നിങ്ങളെ പറ്റിയൊക്കെ എന്തുമാത്രം മോശം കമൻറ്റ് വരുന്നുണ്ട് ഇല്ലേ? എൻ്റെ മക്കളെ പറ്റി വരുന്നുണ്ട്. ഇതിൻ്റെ പുറകെ പോയ ജീവിതം എൻ്റെ പറഞ്ഞു. നമ്മൾ പിന്നെ ആരങ്ങ് വിട്ടു. ഇത് മനുഷ്യൻ കുറച്ച് ഇതിനെയൊക്കെ മറികടക്കും. അതങ്ങനെയാണ്, ഹ്യൂമൻ ബീങ്സ് മറികടക്കും. ഇപ്പം നമ്മുടെ ലൈഫിൽ ഒരു പ്രശ്നം വന്നപ്പോൾ അത് മറികടക്കേണ്ടി വരും. അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ സമൂഹം ഇതിനെ എവിടെയെങ്കിലും ഇട്ട് പൊളിക്കും. ആ സമയം ഒരു നിയമം വരും, അന്നേരം കറക്റ്റാവും. ചിലപ്പോൾ നല്ലതിലോട്ടുള്ള പോക്കാണ് ഇതൊക്കെ. എല്ലാം നല്ലതിൽ അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഒരു വളരെ വിഷനുള്ളൊരു വ്യക്തി എനിക്ക് കാണാനായിട്ട് പറ്റി, ഒരു നല്ല അച്ഛനെ കാണാനായിട്ട് പറ്റി. ഒരുപാട് കാര്യങ്ങൾ വളരെ കുറച്ച് നേരം കൊണ്ട് ചർച്ച ചെയ്യാൻ ചേട്ടൻ ഇവിടെ ഉണ്ടായതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് തിരക്കുകളൊക്കെ മാറ്റി വെച്ചാണ് ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി ഇരുന്നതെന്ന് എനിക്കറിയാം. താങ്ക് യു സോ മച്ച്. നല്ല വാക്കുകൾക്ക് വലിയ സന്തോഷം കേട്ടോ. കാരണം വെച്ചാൽ ഇത് കേൾക്കാനൊരു യോഗം വേണം, നല്ല വാക്കുകൾ കേൾക്കാനുണ്ട്. മനസ്സറിഞ്ഞ് പറഞ്ഞ പോലെ എനിക്കും തോന്നുന്നു. കുഴപ്പമില്ലാത്ത ഒരാളാണ് ഞാൻ. എനിക്കൊരു വിശ്വാസമുണ്ട്. നിങ്ങൾക്കും എല്ലാവർക്കും, നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങളുടെ കുടുംബത്തിനെല്ലാം നന്മകൾ നേർന്നുകൊണ്ട് നന്ദി. നമസ്തേ.